ഹലോ, വെൽക്കം ടു ഡേ 5 ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് 1000 പെറ്റ്സ്. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ എന്ന് പറഞ്ഞൊരു കാറ്റ് ബ്രീഡാണ്. പേരിലുള്ള പോലെ തന്നെ ആള് ഒറിജിൻ ബ്രിട്ടീഷ് ആണ് ആൻഡ് കോട്ട് ഷോർട്ട് ഹെയർ ആണ്. കാറ്റ് ബ്രീഡ്സിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കാറ്റ് ബ്രീഡ്സ് ആണ് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ എന്ന് പറയുന്നത്. ഇവരുടെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് റോമൻസിന്റെ ഡൊമസ്റ്റിക്കേറ്റഡ് കാറ്റ്സ് ആയിട്ടാണ് ഇവർ വരുന്നത്. ആൻഡ് അവരുടെ വൈൻ സെല്ലാർ അല്ലെങ്കിൽ അവരുടെ ഫുഡ് സ്റ്റോറേജ് സിസ്റ്റത്തിലൊക്കെ എലികളെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡൊമസ്റ്റിക്കേറ്റഡ് കാറ്റ്സ് ആണ്. റോമൻസ് ബ്രിട്ടനിൽ വന്നപ്പോൾ ഇവരെ കൂടെ കൊണ്ടുവന്നു, പിന്നെ അത് ബ്രിട്ടീഷ് കാറ്റ്സ് ആയി. അപ്പൊ ലോങ് സ്റ്റോറി ഷോർട്ട്, റോമൻസിന്റെ കൂടെ എത്തിയ ഇവരെ ബ്രിട്ടീഷ് പിന്നെ സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ എന്നുള്ള കാറ്റ് ബ്രീഡാക്കി നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് വളരെ ഡിമാൻഡുള്ള, ഒത്തിരി എൻക്വയറി ഉള്ള ഒരു കാറ്റ് ബ്രീഡാണ് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ എന്ന് പറയുന്നത്. ആൻഡ് വേറൊന്നും കൊണ്ടല്ല, ഇവർ നല്ലൊരു ഫാമിലി കാറ്റാണ്, നല്ലൊരു ഫാമിലി പെറ്റാണ്. ഒത്തിരി അഗ്രഷനോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. വളരെ ക്വയറ്റ് ആയിട്ടുള്ള, വളരെ പേഷ്യന്റ് ആയിട്ടുള്ള, കാം ആൻഡ് ലവിങ് ആയിട്ടുള്ള ഒരു കാറ്റ് ബ്രീഡാണ്. നിങ്ങൾക്ക് ഇവരെ കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം കുറച്ച് സീരിയസ് ഫേസ് ആണ്. സോ ഒരുപാട് കാര്യങ്ങളൊന്നും ഇടപെടാതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇവരെ ഇതേപോലെ മടിയിലിരുന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. വേറൊന്നും കൊണ്ടല്ല, ഇവരുടെ കോട്ട് അത്യാവശ്യം നല്ല തിക്കാണ്. നമ്മുടെ ബോഡിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചറും കൂടി ആകുമ്പോഴത്തേക്കും ഇവർക്ക് അത് ഇരിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ നമ്മുടെ മടിയിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ അടുത്ത് വന്നിരുന്ന് കൊഞ്ചുന്നതാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. പിന്നെ ഇവരുടെ അപ്പിയറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല റൗണ്ട് ഡോളി ആയിട്ടുള്ള ഫേസ് ആണ്, നല്ല ഉരുണ്ട കണ്ണുകളാണ്, നല്ല ഡെൻസ് ആൻഡ് തിക്ക് ആയിട്ടുള്ള കോട്ടാണ്. കോട്ടിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിന് ഗ്രൂമിങ് അത്യാവശ്യം കുറവാണ്, മെയിൻ്റനൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർക്ക് കീപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാറ്റഗറിയും കൂടിയാണ് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ എന്ന് പറയുന്നത്. ഒത്തിരി കളർ വെറൈറ്റീസ് വരുന്നുണ്ട്. ഈ സോളിഡ് കളർ തന്നെ ഒരു 5 ഡിഫറെന്റ് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ആൻഡ് ഇപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ഗ്രേഷ് കളറായിട്ട് നമുക്ക് തോന്നിയാലും ഇതിന്റെ കളറിന്റെ പേരെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ബ്ലൂ എന്നാണ്. അപ്പം സോളിഡ് കളേഴ്സ് അല്ലാതെ തന്നെ ബൈ കളേഴ്സും ട്രൈ കളേഴ്സും ആയിട്ടുള്ള വെറൈറ്റീസും അവൈലബിൾ ആണ്. പിന്നെ ബൈ കളർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പാറ്റേണിൽ വരും, 2 കളേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ട്രൈ കളർ എന്ന് പറഞ്ഞാൽ 3 ഷെയ്ഡ്സിൽ വരുന്ന ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർസും ഉണ്ട്. പിന്നെ ഇവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 12 to 17 ഇയേഴ്സ്, മാക്സിമം 20 ഇയേഴ്സ് വരെയൊക്കെ ഇവർക്ക് ലൈഫ് സ്പാൻ ഉണ്ട്. സോ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ലോങ് ടേം ആണ്. അതുപോലെ വെറ്റിനറി കെയറും ഒക്കെ നല്ലോണം കൊടുക്കേണ്ട ഒരു ബ്രീഡും കൂടിയാണ്. സോ നമ്മുടെ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർസിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിവസം അടുത്തൊരു പെറ്റുമായി കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.